ന്യൂസിലേക്ക് സ്വാഗതം. 31 വർഷത്തെ സേവനത്തിന് ശേഷം ബ്രഹ്മോസ് എയ്റോസ്പേസിൽ നിന്നും വിരമിക്കുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് ഫസ്റ്റ് എസ് മുഹമ്മദ് സുഹൈലിന് സഹപ്രവർത്തകരുടെ സ്നേഹാദരവ്. 1995 കേരള ഗവൺമെൻറ് സ്ഥാപനമായ കേരള ഹൈടെക് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിലാണ് സുഹൈൽ ജോലിയിൽ പ്രവേശിച്ചത്. 1991 മുതൽ കേരള ഗവൺമെൻറ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ET മുഹമ്മദ് ബഷീറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ലീവ് വേക്കൻസിയിൽ കയറി 3 മാസം ജോലി ചെയ്ത് ക്ലമ്മാക്കി നിൽക്കുന്ന സമയത്താണ് 1995 കെൽടെക്കിൽ ജോലി കിട്ടി പ്രവേശിക്കുന്നത്. കെൽടെക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ISRO വിട്ട GSLV എന്ന റോക്കറ്റ് വിക്ഷേപിക്കുകയുണ്ടായി. അത് വിജയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ MD ജോൺസൺ പീറ്റർ സാർ ഗവൺമെൻറ്റിലേക്ക് ഒരു ഗിഫ്റ്റിന് വേണ്ടി എഴുതുകയുണ്ടായി. അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ സമയത്ത് STU എന്നൊരു ട്രേഡ് യൂണിയൻ കെൽടെക്കിൽ പ്രവർത്തനമുണ്ടായിരുന്നു. ET മുഹമ്മദ് ബഷീർ പ്രസിഡന്റും സുഹൈൽ വർക്കിംഗ് പ്രസിഡന്റുമായ കമ്മിറ്റിയുടെ പ്രവർത്തന യൂണിയൻ്റെ നേതൃത്വത്തിൽ 500 രൂപ എല്ലാ പെർമനൻ്റ് ജീവനക്കാർക്കും വാങ്ങിക്കൊടുക്കുവാൻ പറ്റി. അതിനുശേഷം കെൽടെക്കിൽ റിവിഷൻ നടക്കുകയും നടപ്പിലാക്കാൻ താമസം നേരിട്ട സാഹചര്യത്തിൽ അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞിനെ കൊണ്ട് 500 രൂപ ഇടക്കാലാശ്വാസം വാങ്ങിക്കൊടുക്കുവാനും സുഹൈലിൻ്റെ യൂണിയന് കഴിഞ്ഞു. സ്ഥാപനത്തിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ AK ആൻ്റണി മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് കേന്ദ്ര ഡിഫൻസ് സഹമന്ത്രിയായിരുന്ന O രാജഗോപാലിനെ കമ്പനി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള കത്തെഴുതി. കേന്ദ്രമന്ത്രിസഭയുടെ കാലാവധി കഴിയുകയും അടുത്ത മന്ത്രിസഭ വരികയും AK ആൻ്റണി ഡിഫൻസ് മന്ത്രിയാവുകയും ചെയ്ത സമയം മുമ്പ് O രാജഗോപാലിന് അയച്ച കത്ത് കമ്പനിയിൽ തിരഞ്ഞു കാണാതായപ്പോൾ സുഹൈലിനെ വീട്ടിൽ നിന്നും വിളിച്ചു വരുത്തി സുഹൈലിൻ്റെ റെക്കോർഡ് ഫയലിൽ നിന്നും ആ പേപ്പർ എടുത്തു കൊടുത്ത് അത് ഡൽഹിയിൽ AK ആൻ്റണിക്ക് അയക്കുകയുണ്ടായി. കമ്പനി MD ജോൺസൺ പീറ്റർ ആയിരുന്ന സമയത്ത് കേരളത്തിൻ്റെ ഭരണം മാറി VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീമുമായ സമയം ദൈവകൃപയാൽ കെൽടെക്കിനെ ബ്രഹ്മോസ് ഏറ്റെടുക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായി. ഇതിന് കാരണക്കാരൻ ബ്രഹ്മോസ് ചെയർമാൻ ശിവദാനു പിള്ളയാണ്. അങ്ങനെയാണ് ബ്രഹ്മോസ് എന്ന സ്ഥാപനം വന്നത്. GM നായർ ആയിരുന്നു മാനേജിംഗ് ഡയറക്ടർ. സുഹൈലും സഹപ്രവർത്തകരും പരിശ്രമിച്ചതിൻ്റെ ഫലമായി 10ാമത്തെ MD ആയി ജോസഫ് സാർ ചാർജ് എടുക്കുകയും 2024 റിട്ടയർ ആവേണ്ട സുഹൈലിനും കൂടെയുള്ളവർക്കും 2 വർഷം കൂടി പ്രവർത്തിക്കുവാൻ അവസരം കിട്ടുകയും ചെയ്തു. ബോർഡ് മീറ്റിങ്ങിലും മറ്റും ആത്മാർത്ഥമായി സംസാരിച്ച് 2 വർഷവും കൂടി കൂട്ടി വാങ്ങിത്തരാൻ കമ്പനി CGM ഡോക്ടർ അനിയൻ സാർ 60 വയസ്സ് റിട്ടയർമെൻറ്റ് പ്രായമാക്കിത്തരാൻ ശക്തമായി പ്രയത്നിച്ചു. 2026 മെയ് 30 ബ്രഹ്മോസ് എയ്റോസ്പേസിൽ നിന്ന് പടിയിറങ്ങിയ സുഹൈൽ ക്വാളിറ്റി കൺട്രോൾ, ജനറൽ മെഷീൻ ഷോപ്പ്, സർഫസ് ട്രീറ്റ്മെൻറ്റ്, ഫാബ്രിക്കേഷൻ, ടൂൾ ഗ്രിപ്പ്, ജനറൽ സ്റ്റോർ, കട്ടിംഗ് സെക്ഷൻ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യാൻ സാധിച്ചു. സ്നേഹാദരവ് ചടങ്ങിൽ ഷാൻ ഷാബിൻ, സുനിൽകുമാർ, മുഹമ്മദ് ഷാഫി, ലൂഷ്യസ്, രാജേഷ്, സിവിൽ ഡിഫൻസ് കൊല്ലം നിലയം വാർഡന്മാരായ ഷിബു റാവുത്തർ, ഷാജഹാൻ, നഹാസ് കൊരണ്ടിപ്പള്ളി എന്നിവർ പങ്കെടുത്തു. ഹാജി സയ്യിദ് മുഹമ്മദ് കുഞ്ഞിൻ്റെയും സാബിത ബീബിയുടെയും 7 മക്കളിൽ രണ്ടാമനാണ് 1966 മെയ് 27 ജനിച്ച മുഹമ്മദ് സുഹൈൽ. ന്യൂസ് ഡെസ്ക്, കൊല്ലം. മുഹമ്മദ് സുഹൈൽ 31 വർഷത്തെ സേവനത്തിന് ശേഷം തിരുവനന്തപുരം ബ്രഹ്മോസ് എയ്റോസ്പേസ് നിന്നും റിട്ടയർ ചെയ്യുകയാണ്. കഴിഞ്ഞ 31 വർഷം കൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും ഉന്നമനത്തിന് വേണ്ടിയും അതുപോലെ ഈ ബ്രഹ്മോസ് മുമ്പ് കേരള സർക്കാർ സ്ഥാപനമായിരുന്ന കെൽടെക് ആയിരുന്നപ്പോഴും സ്ഥാപനത്തിൻ്റെ അങ്ങേയറ്റം ഉന്നമനത്തിന് വേണ്ടി കഠിനമായി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് മുഹമ്മദ് സുഹൈൽ. അദ്ദേഹത്തിന് നമ്മുടെ ജീവനക്കാരുടെ എല്ലാവിധ ആശംസകളും ഈ അവസരം നേരുന്നു. ശ്രീ മുഹമ്മദ് സുഹൈൽ ബ്രഹ്മോസ് എയ്റോസ്പേസ് തിരുവനന്തപുരത്ത് നിന്നും 31 വർഷത്തെ സേവന കാലാവധി പൂർത്തിയാക്കി ഇന്നേ ദിവസം റിട്ടയർഡ് ആവുകയാണ്. ശരിക്കും ബ്രഹ്മോസ് എയ്റോസ്പേസിന് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. കാരണം നമ്മുടെ ഇന്നത്തെ റിട്ടയർമെൻറ്റ് ചടങ്ങിൽ MD സൂചിപ്പിച്ചതുപോലെ, മാനേജിംഗ് ഡയറക്ടർ സൂചിപ്പിച്ചതുപോലെ, ഒരു മെറ്റീരിയൽ വന്നാൽ അവിടുത്തെ കട്ടിങ്, അതായത് അതിൻ്റെ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കട്ടിങ്ങിലൂടെയാണ്. അപ്പം അത് വളരെ കൃത്യമായി കട്ട് ചെയ്ത് മുന്നേറുക, അത് കൃത്യമായി കട്ട് ചെയ്ത് സെക്ഷനിലേക്ക് കൊടുക്കുക. ആ ജോലി ചെയ്യുന്ന ആളാണ് ശരിക്കും തുടക്കത്തിൽ അതീവ ശ്രദ്ധയോട് കൂടി ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും മഹത്തരമായിട്ട് ബ്രഹ്മോസ് എയ്റോസ്പേസിൻ്റെ ഒരു ജോലി കൃത്യനിർവഹണത്തോടുകൂടി നിർവഹിച്ച, നമുക്ക്
ഇന്നും വലിയ നഷ്ടം എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് നമ്മളിൽ നിന്നും എങ്ങനെ അത് നികത്താൻ കഴിയും എന്നുള്ള ഒരു പ്രശ്നം നമ്മൾ ഇന്നും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സേവന കാലാവധി, അതിലുപരി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കെൽടെക്കിൽ നിന്നും ബ്രഹ്മോസിലേക്കുള്ള ഒരു മാറ്റം അത് അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെയാണ് നടന്നിരിക്കുന്നതും. അപ്പം ഇത്രയധികം ഈ കമ്പനിയോട് 31 വർഷത്തെ പ്രവർത്തനത്തിലൂടെ കമ്പനിയെ മുകളിലോട്ട് കൊണ്ടുവരാനും മറ്റൊരു മാറ്റത്തിലൂടെ കൊണ്ടുവരാനും സാധിച്ച അദ്ദേഹത്തിന് ഇനി ഈ റിട്ടയർമെൻറ്റിന് ശേഷവും സർവ്വ ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സർവ്വമംഗളാശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി എന്ന നിലയിൽ അദ്ദേഹത്തിന് സർവ്വ വിജയങ്ങളും ആശംസിക്കുന്നു.